അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് വലിയ ഒരു സമ്മാനപ്പൊതിയുമായാണ്. ജീവിതത്തിൽ നാം ഓരോരുത്തരും പല വിധത്തിലുള്ള തെറ്റുകളും ദോഷങ്ങളും നമ്മിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. നാം അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ പല കുറ്റങ്ങളും നമ്മിൽ നിന്ന് ഓരോ ദിവസവും വന്നു പോകാൻ ഇടയുണ്ട്. എന്നാൽ ആ തെറ്റുകളിൽ നിന്നെല്ലാം മോചിതനാകേണ്ടതും പടച്ച റബ്ബിനോട് പാപമോചനത്തിന് അപേക്ഷിക്കേണ്ടതും നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനഃപൂർവ്വം തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് വന്നുപോയാൽ അവൻ അതിൽ നിന്ന് ഖേദിക്കുകയും റബ്ബിനോട് മാപ്പിന് അപേക്ഷിക്കുകയും വേണം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു 140,000 മലായിക്കത്തുകൾ ഓരോ ദിവസത്തിലും നമുക്ക് വേണ്ടി നാം ചെയ്യുന്ന ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുന്ന ഒരു മഹത്തായ ഒരു ദിക്റുണ്ട്. ആ ദിക്റ് നാം ഓരോ ദിവസവും 2 നേരം ചൊല്ലുകയാണെങ്കിൽ, അതായത് രാവിലെയും വൈകുന്നേരവും നാം ആ ദിക്റ് ഓരോ ദിവസവും പതിവാക്കുകയാണെങ്കിൽ 140,000 മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി ദോഷങ്ങൾ നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും മറ്റു വല്ല വിധത്തിലും ഏതെല്ലാം വിധത്തിൽ നമ്മിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കാൻ വേണ്ടി ആ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നു. ഏതാണ് ആ ദിക്ർ എന്നല്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അറിയിച്ചു തന്ന മഹത്തായ ഒരു ദിക്റാണിത്. മറ്റൊന്നുമല്ല, പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട്. സൂറത്തുൽ ഹശ്ർ എന്നാണ് അതിൻ്റെ പേര്. ആ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗത്തുള്ള ഏതാനും അള്ളാഹുവിൻ്റെ അസ്മാഉകളും അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളെയൊക്കെ അനുസ്മരിക്കുന്ന മഹത്തായ ചില വാക്യങ്ങളുണ്ട്. അതാണ് ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്
വഹുവൽ അസീസുൽ ഹകീം. ഈ മഹത്തായ വാക്യങ്ങളാണിത്. ലൗ അൻസൽന എന്ന പേരിലാണ് ഈ വാക്യങ്ങളൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ സൂറത്തുൽ ഹസ്റിന്റെ അവസാന ഭാഗത്തുള്ള ഈ 4 ആയത്തുകൾ നാം പതിവാക്കുകയാണെങ്കിൽ, രാവിലെ സമയം നാം ഓരോ ദിവസവും ചൊല്ലുകയാണെങ്കിൽ, ആ ദിവസത്തിൽ 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ അല്ലാഹു തആല സജ്ജമാക്കുന്നതാണ് എന്ന് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വൈകുന്നേരം ഇതേപോലെ നാം ചൊല്ലുകയാണെങ്കിൽ, ഓതുകയാണെങ്കിൽ, ഈ വാക്യങ്ങൾ നാം ചൊല്ലുകയാണെങ്കിൽ, അപ്പോഴും വൈകുന്നേരം മുതൽ രാവിലെ പ്രഭാതം വരെ ഈ 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ചൊല്ലുമ്പോൾ പ്രഭാതം വരെയും 2 ഘട്ടങ്ങളിലായി 70,000 മലക്കുകൾ വീതം അവനിക്ക് പൊറുക്കൽ തേടും. മൊത്തം 1,40,000 മലക്കുകൾ ഓരോ ദിവസത്തിലും ഇത് പതിവാക്കുന്ന, രാവിലെയും വൈകുന്നേരവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് പൊറുക്കലിനെ തേടുമെന്ന് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ വാക്യങ്ങൾ, ഈ ആയത്തുകൾ നാം മനഃപ്പാഠമാക്കി ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അവൻ്റെ മുഅ്മിനായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദോഷങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു തന്നു അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരിക്കൽ ബന്ധപ്പെടാം, കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.